ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ മൂന്നാർ പോയതിൻ്റെ പിറ്റേന്ന് രാവിലെ നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ്. ഇരവിക്കുളം നാഷണൽ പാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടിക്കറ്റ് എടുത്ത ശേഷം നേരെ അവരെ ബസ്സിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് താഴെ നിന്ന് ഞങ്ങൾക്ക് കാണാമായിരുന്നു മുകളിൽ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങി വരുന്നത്. ഞങ്ങളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി ഇരവിക്കുളം നാഷണൽ പാർക്കിലെത്തി ബസ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയ പാടെ മേലോട്ട് എല്ലാവരും നടന്നു പോകുന്ന കണ്ടപ്പോൾ അച്ചൂട്ടനും നടക്കണം. അങ്ങനെ അവൻ ഞങ്ങളുടെ കൈയൊക്കെ വിട്ട് കയ്യിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി നടക്കാൻ തുടങ്ങി. എടുക്കാമെന്ന് പറഞ്ഞാൽ എടുക്കാനും സമ്മതിക്കില്ല, നടക്കുകയാണെങ്കിൽ കൈയും പിടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ വഴി സൈഡ് 2-3 ആടുകളെയൊക്കെ കണ്ട് അങ്ങനെ മേലോട്ട് കയറിപ്പോയി. അവനെന്നെ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടു. പിന്നെ അങ്ങനെ ഒരുവിധം ഞങ്ങൾ നടന്ന് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി നടന്ന് മേലെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. വിചാരിച്ച പോലെ കോടമഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചൂട് എന്ന് പറയാനൊന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ചൂടില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് കുറേ ഫോട്ടോ എടുത്തു, കുറേ വീഡിയോ എടുത്തു, കുറച്ച് നേരം അവിടെ ഇരുന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ചു പോന്ന് നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ പോയപ്പോൾ ഞങ്ങളുടെ അത്ര നേരത്തെ സങ്കടം കഴിഞ്ഞു. തലേന്ന് വരുമ്പോൾ തൊട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്, ആനേനെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആനേനെ കണ്ടില്ല സങ്കടം പറയുന്നത് വെച്ചിട്ട് എനിക്ക് ആനേനെ കാണാൻ അത്ര പേടിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നല്ല പേടിയാണ്. എന്നാലും കാണുമ്പോൾ ഒരു രസം. കാട്ടാനനെ കണ്ടില്ല എന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ അതുമല്ല, ബോട്ടിൽ പോകാനാണെങ്കിൽ അതിനെക്കാട്ടിയും പേടിയായിരുന്നു. പിന്നെ ബോട്ടിൽ കയറിക്കഴിയുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ആ ബോട്ടിലിരുന്നു. പിന്നെ അച്ചൂട്ടൻ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്താ ഇൻട്രസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, ഇരിക്കുന്നുണ്ട് എന്തായാലും. പക്ഷെ പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് അച്ചൂട്ടൻ്റെ സ്വഭാവം മാറി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കതിനെക്കാട്ടിയും വലിയ പേടിയായിരുന്നു. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവൻ കരയാൻ തുടങ്ങി. തിരിച്ചു പോവാ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ഒരുവിധം നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് നേരെ വട്ടവട പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ പ്ലാനൊന്നും നടന്നില്ല. ബോട്ടിങ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വട്ടവട പോകുന്നില്ല. വട്ടവട പോയാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല ലേറ്റാവും. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ല. പിന്നെ ബാക്കിയുള്ള എക്കോ പോയിൻറ്റും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നടുക്കൂടെ ഒരു റോഡും 2 സൈഡ് ഫുൾ എവിടെ നോക്കിയാലും തേയിലത്തോട്ടം മാത്രം. വീട് നമ്മളൊക്കെ നാട്ടിലെ പോലെ വീട് പോലും കാണാനില്ല. എന്ത് ഭംഗിയാണ്. അവിടുത്തെ കാറ്റിന് വരെ എന്തൊരു സുഖമാണ്, നല്ല ഭംഗിയും. എന്തോ ഒരു നല്ല പ്രത്യേകമുള്ള ഒരു സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ടൂറൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ബൈക്കിലായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടെ നല്ല കാറ്റും ആ ഒരു ഫീലിംഗ് നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വയനാടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തേയിലത്തോട്ടം ഉണ്ട്. പക്ഷേ അവിടുത്തെക്കാട്ടി എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു നല്ല പ്രത്യേകത. വെറുതെ അല്ലല്ലോ തെക്കിൻ്റെ കാശ്മീർ എന്ന് പറയുന്നത്. വേറെ സ്ഥലങ്ങൾ കാണാനായിട്ട് നിർത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ആ വണ്ടി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നാൽ തന്നെ മതിയെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഫീലിങ്ങിലായിരുന്നു ഞാനിരുന്നത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മൂന്നാർ പോയിട്ട് ഇങ്ങനൊരു സ്ഥലം എവിടെയാണെന്നാണോ? ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ മിസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ പോകണ്ടാന്ന് തീരുമാനിച്ചിരുന്ന സ്ഥലം പിന്നെ ഒരു ദിവസത്തേക്കും കൂടെ ഞങ്ങൾ നിൽക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പോയതാണ്. അച്ചൂട്ടനെ കളിപ്പിക്കാൻ, അവിടെ കളിക്കാൻ കുറേ സാധനം ഉള്ളതുകൊണ്ട് അവിടെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നോക്കുമ്പോഴാണ് അവിടെ ഈ ഒരു സംഭവം കണ്ടത്. ലൈറ്റ് ഡാൻസ്, അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടത് അപ്പോഴാണ്. പിന്നെ ഞങ്ങളവിടെ നോക്കുമ്പോൾ എല്ലാം DJ പാർട്ടി പോലെ ഫുള്ള് ഡാൻസും. എവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. പരസ്പരം ഒരു ബന്ധവുമില്ല, പക്ഷേ നല്ല അടിപൊളി വൈബായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസൊക്കെ കളിച്ച്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു.